ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വൻമതിൽ പോലെ നമ്മുടെ മുൻപിൽ രൂപപ്പെട്ടാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് നമ്മെ പലർക്കും അറിയത്തില്ല. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ പരീക്ഷകളും ഒരു വിധത്തിൽ അവരുടെ മുൻപിൽ വൻമതിലാണ്. അതിനെ എങ്ങനെ നേരിടണമെന്ന് മക്കൾക്ക് അറിയത്തില്ല. എന്നാൽ തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. ഈ തിരുവചനം കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന ഏവർക്കും ഈ തിരുവചനം തുണയാണ്. തിരുവചനം തുറന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യം എടുത്ത് വായിക്കുക. അതിൽ ഇങ്ങനെ കർത്താവ് വളരെ മനോഹരമായി അതേസമയം ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. എന്ത് മനോഹരമായ വചനമാണല്ലേ! നമ്മുടെ പ്രയാസങ്ങളാകുന്ന മലകളും പിച്ചളവാതിലുകളും ഇരുമ്പോടാമ്പലുകളും എല്ലാം തകർത്ത് നിനക്ക് വേണ്ടി പോരാടുന്ന ഒരു കർത്താവാണ് നമ്മുടെ തിരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആയതിനാൽ തിരുവചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. തിരുവചനം അത് പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന് സങ്കീർത്തകൻ പ്രതിപാദിക്കുന്നു.